നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ, ഇൻക്ലൂഡിങ് അവർ സെൽഫ്സ്, 90% ആൾക്കാരും ലൈഫിൽ ഒരു റിസ്ക് എടുക്കുന്നില്ല. ജസ്റ്റ് എങ്ങനെയാണോ ജീവിതം അതിൻ്റെ ഒപ്പം ഇങ്ങനെ പോവാണ്. ഒരു ലൈഫിലൊരു ഹെവി ഡിസിഷൻസ് എടുക്കണില്ല, റിസ്ക് എടുക്കണില്ല, ഓലെ ലിമിറ്റിൽ നിന്ന് പുഷ് ചെയ്യണില്ല, കംഫർട്ട് സോണിലാണ് ജീവിക്കുന്നത്. ഒരു കുറച്ച് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം, കുറച്ച് സാധനങ്ങൾ, മെറ്റീരിയൽ വാണ്ട്സ്, സാധനങ്ങൾ വാങ്ങണം, കുറച്ച് ട്രിപ്പ് പോകണം, കുറച്ച് ഓരോ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് ഇൻഡൾജ് ചെയ്യാൻ വേണ്ടി അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടാക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് ഡ്രസ്സ് എടുക്കണം. ഓരൊക്കെ ഓരോ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് പുഷ് ചെയ്താൽ ചിലപ്പോൾ ജീവിതത്തിൽ പുഷ് ചെയ്തിട്ടേ ഉണ്ടാവില്ല, അങ്ങനെ ജീവിക്കുകയാണ്. ഒരു അത്ലറ്റിന് അല്ലെങ്കിൽ ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഇത് ശരിക്കും മനസ്സിലാവും. നമുക്ക് പലപ്പോഴും ഒരവസ്ഥ വരലില്ലേ, അതായത് നമ്മൾ വർക്കൗട്ട് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഇനി ചെയ്യാൻ വയ്യ, പറ്റ ക്ഷീണിച്ചു, അല്ലെങ്കിൽ പെയിനാണ്, ഇനി വയ്യ മുമ്പ് പോകാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഒരു മാരത്തോണൊക്കെ ഓടുന്ന ആൾക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളെ ബോഡി പറയും മതി, നിർത്തിക്കോ, ഇനി വയ്യാന്ന്. കാരണം നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കണ തന്നെ, നമ്മളൊരു മൈൻഡ് പ്രവർത്തിക്കണത് തന്നെ ഒരു സർവൈവൽ മോഡിലായിരിക്കും എപ്പോഴും. അതായത് നമ്മളെ ഒരു മനുഷ്യൻ എന്നുള്ള ഒരു സംഭവത്തിനെ ഇവിടെ നിലനിർത്തണമല്ലോ, അതാണല്ലോ പ്രൈമറി എയിം. അപ്പോൾ നമ്മളെ ബോഡിയും നമ്മളെ ബ്രെയിനും ഒക്കെ എപ്പോഴും എന്തിനേ ശ്രമിക്കുള്ളൂ, ആ കംഫർട്ട് സോണിൽ നിൽക്കാനേ ശ്രമിക്കുള്ളൂ. എന്തെങ്കിലും എക്സ്ട്രാ റിസ്ക് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലൈഫിന് എന്തെങ്കിലും പറ്റിയാലോ. പക്ഷെ ആ ഒരു റിസ്ക് എടുക്കുമ്പോഴാണ് അവിടെ ഗ്രേറ്റ്നെസ് ഉണ്ടാവുന്നത്. ആ ലാസ്റ്റത്തെ ആ ഒരു സെറ്റും കൂടി ചെയ്യുമ്പോൾ, ആ മാരത്തോൺ ഫിനിഷ് ചെയ്യുമ്പോൾ, ആ ഒരു റിസ്ക് എടുക്കുമ്പോഴാണ് അവിടെ സക്സസ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ ഒരു വീഡിയോൻ്റെ കേസിൽ ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും നമുക്ക് വീഡിയോ എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. നമ്മളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സ് കളിയാക്കൂലേ, കുടുംബക്കാരെന്ത് വിചാരിക്കും, അതുപോലെ നാട്ടുകാരെന്ത് വിചാരിക്കും. ഇങ്ങനെ നാട്ടുകാരും കുടുംബക്കാരും ഫ്രണ്ട്സിനൊക്കെ ഓലൊക്കെ തൃപ്തിപ്പെടുത്താൻ നിന്നാൽ പിന്നെ നിങ്ങൾക്ക് ജീവിക്കുന്നു വേണ്ടേ. റിസ്ക് എടുക്കണം. റിസ്ക് എടുത്താലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ എല്ലാവരും പോലെ 90% പോലെ ജീവിച്ചു കഴിഞ്ഞാൽ, ആവറേജിൻ്റെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുള്ളൂ. പിന്നെ എല്ലാവരും അതിന് തയ്യാറാവില്ല. എല്ലാവരും ലോകത്തിൽ റിസ്ക് എടുത്ത് എല്ലാവരും അടിപൊളിയാണെന്നുണ്ടെങ്കിൽ, എല്ലാവരും റിസ്ക് എടുത്ത് എല്ലാവരും ജീവിതം അങ്ങനെ കംഫർട്ട് സോണിൽ നിന്ന് പുഷ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഗ്രേറ്റ് ആവും. അങ്ങനെ ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാകാൻ പോണില്ല. 90% ആൾക്കാരും ഇത് കണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകും. അത്രേ ഉള്ളൂ. അത് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളൊരു കടമ നമ്മൾ ചെയ്യാന്നുള്ളൂ. ഇത് നമ്മളെ ബിസിനസ്സിൻ്റെ കേസിലായാലും പഠനത്തിൻ്റെ കേസിലായാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും എന്തായാലും ആ അവസ്ഥ ഉണ്ടാവും. നമ്മൾ ബ്രെയിൻ ഇങ്ങനെ പറയും നിർത്തിക്കോ, ഇത്ര മതി നിർത്തിക്കോ പറയും. പക്ഷെ അവിടെ നിർത്തണോന് 90% ആൾക്കാർ അവിടെ നിർത്തും. ഓല് പരാജയപ്പെട്ടു. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് പുഷ് ചെയ്യണവനാണ് വിജയം. എപ്പോഴും നമ്മളെ ബ്രെയിന് നമുക്ക് ഈ രീതിയിൽ ഇമാജിൻ ചെയ്താൽ മതി. നമുക്കൊരു ബാഡ് സൈഡും ഉണ്ടാവും, ഒരു ഗുഡ് സൈഡും ഉണ്ടാവും. ഒരു ഗുഡ് സൈഡ് നമ്മളോട് എന്ത് പറയും, ഇത് ചെയ്യാനും അത് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേസമയം നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ ചീത്ത സൈഡ് എന്ത് പറയും, നിർത്തിക്കോ, ഇത്ര മതി, ഇനി വീഡിയോ ഇടണ്ട, ഇന്ന് വീഡിയോ ഇടണ്ട, എൻ്റെ ഫ്രണ്ട്സ് തന്നെ കളിയാക്കും. ഇങ്ങനെ ഓരോ തോട്ട്സ് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ അതിനെ മൈൻഡ് ചെയ്യാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പുഷ് ചെയ്യണം.